വലൈക്കും വറഹ്മത്തുള്ളാഹി. നോമ്പായതുകൊണ്ട് റിയാക്ഷൻ വീഡിയോസും മറുപടികളൊക്കെ തൽക്കാലം നിർത്തിവെച്ച് അങ്ങനെ പോവായിരുന്നു. പക്ഷെ ചില ആളുകൾ പിന്നാലെ കൂടുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെക്കാൾ റമദാൻ തുടങ്ങുമ്പോഴേക്ക് മുസ്ലിങ്ങളെക്കാൾ ആവേശമാണ് വീഡിയോസ് ഒക്കെ ഇറക്കാൻ, റമദാനിനെ കുറിച്ച് വീഡിയോസ് ഇറക്കാൻ. അതെന്താ, മുസ്ലിങ്ങൾ നോൽക്കുന്ന നോമ്പ് അത് അശാസ്ത്രീയമാകുന്നു, അതിന് ശാസ്ത്രീയമായി പിൻബലമില്ല, അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നേരിട്ട് പരിശോധിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് മുമ്പായി ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്നത്? ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, ചില ആളുകളൊക്കെ പറയുന്നത് ഇപ്പോൾ ഷുഗർ കുറയും, കൊളസ്ട്രോൾ കുറയും, അതുപോലെ തന്നെ അങ്ങനെയാവും ഇങ്ങനെയാവും, പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും, തടി കുറയും. ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് ഉണ്ടായേക്കാം. പക്ഷെ ഇതിനു വേണ്ടി ഒന്നുമല്ല മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്നത്. മറിച്ച് ആ നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ് നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടി. അതായത് അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുന്നു, അത് നമുക്ക് ആഗ്രഹമുള്ളതാണെങ്കിൽ കൂടി, ഇപ്പൊ പകല് ഭക്ഷണം കഴിക്കാൻ അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അത് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു പരിശീലനമാണ് നോമ്പ്. അത് കേവലം അന്നപാനീയങ്ങൾ മാത്രമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ചീത്ത പ്രവർത്തനങ്ങളും ചീത്ത വാക്കുകളും ഉപേക്ഷിക്കുന്നില്ല, എന്നിട്ട് നിങ്ങൾ നോമ്പ് നോൽക്കുകയാണെന്ന് പറഞ്ഞ് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കൽ അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ എന്താണ് നോമ്പ് എന്ന് പറഞ്ഞാൽ? ചീത്തയായ പ്രവർത്തനങ്ങളും അനാവശ്യ കാര്യങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ പ്രവർത്തനങ്ങളും അതെല്ലാം ഒഴിവാക്കാനുള്ള ഒരു പരിശീലനം. അതാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്, ഒരു മാസത്തെ പരിശീലനത്തിലൂടെ. അങ്ങനെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട രൂപത്തിലേക്ക് മുന്നോട്ട് പോകുക, ഇതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടേക്ക് ശാസ്ത്രം കൊണ്ടുവന്നുകൊണ്ട് അവിടെ പിന്നെ ശാസ്ത്രീയമായി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ നമ്മൾ ഈ പറയാറുണ്ട്, ഈ സദ്ഗുരു എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരുപാട് സ്യൂഡോ സയൻസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അശാസ്ത്രീയമായ കാര്യങ്ങളും ശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വലിയ ശാസ്ത്രം പോലെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്റർനെറ്റിലൂടെ ഇങ്ങനെ അങ്ങനെയുള്ള ചില നാസ്തിക സദ്ഗുരുമാര് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ചില പ്രചാരണങ്ങൾ എന്താണ് എന്നും അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്, അവർ തന്നെ ഉദ്ധരിച്ച പഠനത്തിൽ എന്താണ് ഉള്ളത് എന്നും ആണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ നോമ്പ് അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിറക്കിയ വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടോളൂ. ഈ റംസാൻ ഫാസ്റ്റിങ്ങിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണെന്നുള്ളതാണ്. അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ്. ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ വെള്ളം പോലും ഇറക്കില്ല എന്നുള്ളതാണ്. അതായത് സൂര്യോദയ സമയത്തിന് തൊട്ട് മുമ്പ് ആഹാരം കഴിക്കണം, വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ആഹാരം കഴിക്കാം. ഈ ഇടയ്ക്കുള്ള പീരീഡ് 12 മണിക്കൂർ സമയത്തേക്ക് ആഹാരമേ കഴിക്കുന്നില്ല എന്നാണ്, വെള്ളം പോലും കഴിക്കുന്നില്ല എന്നാണ്. പിന്നെ നമ്മുടെ വിശ്വാസികൾ കുറച്ചുകൂടെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉമിനീര് പോലും ഇറക്കരുത് എന്നാണ്, പലരും തുപ്പി നടക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. അപ്പം ഫാസ്റ്റിംഗ് ശരിയാണ്, പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്, വെറ്റ് ഫാസ്റ്റിംഗ്, ഡ്രൈ ഫാസ്റ്റിംഗ്, അങ്ങനെ പല രൂപത്തിലുള്ള ഫാസ്റ്റിംഗ് രീതികൾ നമുക്ക് ശാസ്ത്രലോകത്ത് ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓരോ പിന്നെ ഇത്തരത്തിലുള്ള നോമ്പിന്റെ അല്ലെങ്കിൽ ഫാസ്റ്റിംഗിന്റെ ഓരോ രീതികൾക്കും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ശാസ്ത്രീയമായി ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. വെറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഇന്ന ഗുണങ്ങളുണ്ട്, ഡ്രൈ ഫാസ്റ്റിംഗ് കൊണ്ട് ഇന്ന ഗുണങ്ങളുണ്ട്. ഇതൊക്കെ ശാസ്ത്രലോകത്ത് ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ്. അത് ഒരു കൺക്ലൂസീവായി എത്തിക്കൊള്ളുന്നില്ല, അതിങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കും. കാരണം സയൻസ് എന്ന് പറയുന്നത് അത് നിരന്തരമായ പഠന പ്രക്രിയയാണ്. അത് നമുക്ക് ലഭിക്കുന്ന അറിവുകൾക്കനുസരിച്ച് നമ്മുടെ കൺക്ലൂഷനുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വെറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും ഡ്രൈ ഫാസ്റ്റിംഗ് ആണെങ്കിലും അതിൻ്റെതെല്ലാമായ ഗുണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശാസ്ത്രലോകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് വേണ്ടതായ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുക്കും, എന്നിട്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇതാണ് സയൻസ് എന്ന് പറഞ്ഞു വരിക. അത് തന്നെ ഇവർ കൊണ്ടുവന്ന സയൻസിന്റെ അവസ്ഥ എന്താണ്, ഇവർ നടത്തിയ തട്ടിപ്പ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇനി പരിശോധിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഇവർ ഇടയ്ക്ക് പറഞ്ഞു വെക്കാണ്, ഈ ഉമിനീര് പോലും ഇറക്കാതെയൊക്കെയാണ് ഇവർ പിന്നെ എന്ത് ചെയ്യുന്നത്, നോമ്പ് നോൽക്കുന്നത്. ഈ ഇദ്ദേഹം മാത്രമല്ല, വേറെയും നാസ്തിക സദ്ഗുരുമാര് വേറെയും ഉണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പിന്നെ ഉമിനീര് പോലും എടുക്കാത്ത ഫാസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ അനാവശ്യമായ ഒരുപാട് വിശദീകരണങ്ങൾ കൊടുക്കാന്നുള്ളത്. ആളുകള് ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക, ഈവൻ ഈ തുപ്പൽ ഇറക്കുന്നത് പോലും ഒഴിവാക്കാറുണ്ട്. തുപ്പൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ തുപ്പിക്കളയും. ശരിക്കും ഇവർക്ക് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അഭിനയിക്കുകയും പിന്നെ പുറത്തുപോയി കഴിക്കുകയും തുപ്പലഥവാ വന്നു കഴിഞ്ഞാൽ ഇറക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമിനീരിറക്കുക, നോമ്പിന്റെ സമയത്ത് ഉമിനീരിറക്കുക എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് മുസ്ലിങ്ങൾക്കറിയാം. പക്ഷെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടത് എന്ന രൂപത്തിലുള്ള കുറച്ച് പഠനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഇനി ശരി, അങ്ങനെ ഇവർക്ക് വേണ്ട പഠനം ഉദ്ധരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമുക്ക് കാണാം. ഒരു ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്, നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ടാണ്. ഈ സമയത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് പോലെയുള്ള ആളുകൾക്കൊക്കെ അത് മൂർച്ഛിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ധാരാളം പഠനങ്ങളുണ്ട്. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട്
ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള മെറ്റാ അനാലിസിസ് പോലും ഉണ്ട്. അത് ഞാൻ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനകത്ത് പലർക്കും വെയിറ്റ് കുറയുന്നുണ്ടെന്നും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നും കാണുന്നുണ്ട്. എന്നാൽ ഈ വെള്ളം കുടിക്കാതെയുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല, മാത്രമല്ല ശരീരത്തിന് ദോഷകരമായി ബാധിക്കാം എന്നുള്ളതാണ്. വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ശരീരത്തിലേക്ക് ആവശ്യത്തിന് ഊർജ്ജം. അപ്പോ അദ്ദേഹം ഒരു ലിങ്ക് ഒക്കെ പിൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ആ പഠനത്തിന്റെ ലിങ്ക് ഒക്കെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പരിശോധിക്കാം. ഏതായാലും അദ്ദേഹം വെറുതെ പറയല്ല, പഠനമൊക്കെ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ആ പഠനമാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാൻ വേണ്ടി ലിങ്ക് പിൻ ചെയ്തിട്ട്. ശരി, നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് പിൻ ചെയ്ത ആ പഠനത്തിലേക്ക് പോകാം. അപ്പോൾ ആ പഠനത്തിന്റെ ടൈറ്റിൽ നമ്മൾ വായിച്ചു നോക്കാം കേട്ടോ, തലക്കെട്ട് വായിച്ചു നോക്കാം. എഫക്ട്സ് ഓഫ് റമദാൻ ആൻഡ് നോൺ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഓൺ ബോഡി കമ്പോസിഷൻ. ഒന്ന് മനസ്സിലാക്കണേ. അതായത് ഇവിടെ 2 തരത്തിലുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാണ്. ഒന്ന് റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, 2 നോൺ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റഡീസിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പലതരത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് എന്ത്, റമദാൻ ഫാസ്റ്റിംഗ്. ഇദ്ദേഹം പറഞ്ഞെന്താ, ഇദ്ദേഹം തൊട്ടുമ്പ് വീഡിയോയിൽ പറഞ്ഞത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന് ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ റമദാൻ ഫാസ്റ്റിംഗ് എന്തല്ല, അത് ഗുണമില്ലാതെ ഭയങ്കര അശാസ്ത്രീയമാണ്. അങ്ങനെ റമദാൻ ഫാസ്റ്റിങ്ങിനെയും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള മെറ്റാ അനാലിസിസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പഠനങ്ങൾ ഉണ്ട് എന്നാണ്. അല്ല, മെറ്റാ അനാലിസിസ് ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പഠനം. ഇതാണ് സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റാ അനാലിസിസ്. എന്താണ്, 2 തരത്തിലുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഒന്ന് റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗും, രണ്ടാമത്തത് നോൺ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗും. എന്നിട്ട് അത് വെച്ചാൽ ഈ ടൈറ്റിൽ പോലും വായിക്കാതെയാണ് എന്ത് ചെയ്തത്, എടുത്ത് ചാടി ഈ സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ പോട്ടെ, നമ്മൾ ഫുൾ ആർട്ടിക്കിൾ ഇരുന്ന് വായിക്കുക അല്ലെങ്കിൽ ഫുൾ പഠനം ഇരുന്ന് വായിക്കുക എന്ന് പറയുന്നത് കുറച്ച് ചിലപ്പോൾ സംഭവിച്ചോളുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഉദ്ധരിക്കുന്ന പഠനത്തിന്റെ ടൈറ്റിലെങ്കിലും മനസ്സിലാക്കുക, അതൊരു മിനിമം മാന്യതയല്ലേ? അതുപോലും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താണ് ടൈറ്റിലിനെ പോലും മനസ്സിലാക്കാതെയാണ് പഠനം ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശരി, ഇനി ടൈറ്റിൽ വായിച്ചിട്ടില്ലെങ്കിൽ പോട്ടെ, നമുക്ക് ആരും കുറച്ചെന്തെങ്കിലും ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളെങ്കിലും വായിക്കുമല്ലോ അല്ലെ? ഒരു പഠനം ഉദ്ധരിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളെങ്കിലും വായിക്കുമല്ലോ. ശരി, എന്താണ് ഇതിന്റെ അബ്സ്ട്രാക്റ്റിലുള്ളത്? നമ്മൾ മൊത്തം പഠനം വായിച്ചിട്ടില്ലെങ്കിലും എല്ലാവരും പഠനം ഉദ്ധരിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് അബ്സ്ട്രാക്റ്റ് എങ്കിലും വായിക്കും അല്ലെ? അബ്സ്ട്രാക്ട് എല്ലാവർക്കും ഇപ്പോൾ പണം കൊടുത്ത് വാങ്ങേണ്ട പഠനമാണെന്നുണ്ടെങ്കിൽ പോലും അബ്സ്ട്രാക്ട് ഫ്രീ ആയിട്ട് നമുക്ക് വായിക്കാനൊക്കെ പറ്റും മിക്കവാറും. അപ്പോൾ അതിൽ പോലും ഉള്ളത് എന്താണ് നമുക്ക് കാണാൻ പറ്റും. റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഈസ് എഫക്റ്റീവ് ഇൻ ഡിക്രീസിംഗ് ബോഡി വെയിറ്റ്. ഇദ്ദേഹം പറഞ്ഞത് നേരെ വിരുദ്ധമാണ് അബ്സ്ട്രാക്റ്റിൽ തന്നെ ഉള്ളത്. ഓക്കെ, ഇനി കഴിഞ്ഞില്ല. ഓൾസോ നോൺ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അപ്പിയേഴ്സ് ടു ബി മോർ എഫക്റ്റീവ് ഇൻ ഇംപ്രൂവിംഗ് ഓവറോൾ ബോഡി കമ്പോസിഷൻ. എന്ന് വെച്ചാൽ നോൺ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് കൂടുതൽ എഫക്റ്റീവ് എങ്കിലും ഇതും എഫക്റ്റീവ് ആണ് എന്നതാണ് അവിടെ നമുക്ക് അബ്സ്ട്രാക്റ്റിൽ തന്നെ കാണാൻ പറ്റുന്നത്. ശരി, അതിന്റെ കീ പോയിന്റ്സ് നമുക്ക് നോക്കാം. ബോത്ത് റമദാൻ ആൻഡ് നോൺ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആർ എഫക്റ്റീവ് ഓൺ ഫാറ്റ് മാസ് ആൻഡ് ബോഡി വെയിറ്റ് ലോസസ്. ഫാറ്റ് മാസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഫാറ്റ് അത് പിന്നെ ബേൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ബോഡി വെയിറ്റ് ലോസസുമായി ബന്ധപ്പെട്ടുകൊണ്ടും റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങും നോൺ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങും രണ്ടും എഫക്റ്റീവാണ് എന്നു പറഞ്ഞ പഠനമാണ്. ഇത് അശാസ്ത്രീയമാണ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന് വിരുദ്ധമായിക്കൊണ്ട് റമദാന്റെ ഡ്രൈ ഫാസ്റ്റിംഗ് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചത്. ഇങ്ങനെയുള്ള സദ്ഗുരുമാരെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ചിലപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും എല്ലാ പഠനവും വായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നിട്ട് ആ പഠനമുണ്ട്, അത് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആധികാരികത പറഞ്ഞുകൊണ്ട് ഇമാതിരി സ്യൂഡോ സയൻസ് പറയുന്ന ഇമാതിരി ഒരു പഠനം വായിക്കുക, അതിന്റെ ടൈറ്റിൽ പോലും വായിക്കാതെ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. എത്രമാത്രം നാണക്കേടാണിത്, അത്രേ പറയാനുള്ളൂ. നാണക്കേടല്ലേ ഇത്? ഒന്നുമില്ല, ശരി, പഠനം വായിക്കാന്നില്ലെങ്കിൽ അത് ഉദ്ധരിക്കാതിരുന്നൂടെ? അല്ലെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ സാധാരണ പറയുന്നത് പോലെ ബടായി പറഞ്ഞു പോയാൽ പോരെ? എന്തിനാണ് പഠനത്തിന്റെ ലിങ്കൊക്കെ കൊടുത്തിട്ട് ഇമാതിരി നാണക്കേട് ക്ഷണിച്ചു വരുന്നത്? അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഇനി ഇദ്ദേഹത്തിന് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? ഒരു പഠനം ഉദ്ധരിച്ച് അതിൽ അദ്ദേഹം പറഞ്ഞതിന് നേർവിപരീതമായ കാര്യങ്ങളാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആയിക്കൊണ്ടും അതുപോലെ തന്നെ നോൺ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആയിക്കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഈ പഠനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് പോലെ ഭയങ്കരമായി കിഡ്നി പ്രശ്നമുണ്ട്, അങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇവിടെ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങനെ പല വിഷയങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പഠനത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി ഇദ്ദേഹം ഈ സദ്ഗുരുമാര് പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് നമ്മൾ പറയുന്നത്? ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൽ തന്നെ റമദാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് തന്നെ, അല്ലെങ്കിൽ ഡോൺ ടു ഡസ്ക് ഡ്രൈ ഫാസ്റ്റിംഗ്, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മൾ റമദാനിലൊക്കെ ചെയ്യുന്ന മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഡ്രൈ ഫാസ്റ്റിംഗ്, അതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള പഠനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ രൂപത്തിൽ മാത്രമല്ല, പല രൂപത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ
പറ്റുള്ള പഠനം ഇദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ ഡീഹൈഡ്രേഷനെ കുറിച്ചാണ്, നിർജ്ജലീകരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നമുക്ക് ഈ പിന്നെ ഡോൺ ടു ഡസ്ക് ഡ്രൈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പിന്നെ വാസ് ഷോൺ ടു ബി സേഫ് ഇൻ വേരിയസ് പോപ്പുലേഷൻസ്. അത് 7ഓളം പഠനങ്ങൾ സൈറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് സേഫ് ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡീഹൈഡ്രേഷൻ ക്യാൻ ഈസിലി പ്രിവെന്റഡ് ഇഫ് അഡിക്വേറ്റ് ഹൈഡ്രേഷൻ ഈസ് അച്ചീവ്ഡ് ഡ്യൂറിംഗ് ദ നോൺ ഫാസ്റ്റിംഗ് പീരീഡ്. അതായത് രാത്രിയോ, അതായത് നോമ്പ് നോൽക്കാത്ത സമയങ്ങളിലുള്ള വെള്ളം കുടി, അതായത് രാത്രികളിലൊക്കെ നന്നായി വെള്ളം കുടിച്ചാൽ ഈ പറഞ്ഞ ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയെ തടയാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഈ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാത്ത പിന്നെ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്ന ഫാസ്റ്റിംഗ് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ പോകുന്ന രൂപത്തിലുള്ള ഫാസ്റ്റിംഗ് അത് പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. പക്ഷേ ഈ തരത്തിലുള്ള ഡോൺ ടു ഡസ് ഡ്രൈ ഫാസ്റ്റിംഗ് അത് സേഫ് ആണ് എന്നുള്ളതാണ് ഡീഹൈഡ്രേഷനെ കുറിച്ച് നമുക്ക് പഠനങ്ങൾ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ആന്തരിക അവയവങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. ശരി, നമുക്ക് നോക്കാം, ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കിഡ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ, കിഡ്നി എങ്ങനെയാണ് റമദാൻ ഫാസ്റ്റിംഗുമായി ബന്ധപ്പെടുന്നത്, അതിൽ നമുക്ക് അതിന്റെ പിന്നെ ടൈറ്റിൽ തന്നെ കാണാൻ പറ്റുന്നത് റെക്കമെൻഡേഷൻ ഓൺ ഫാസ്റ്റിംഗ് ഡ്യൂറിംഗ് റമദാൻ ഫോർ പേഷ്യൻസ് വിത്ത് കിഡ്നി ഡിസീസസ്. അതായത് കിഡ്നി രോഗങ്ങളുള്ള പേഷ്യൻസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള പിന്നെ മാർഗനിർദ്ദേശങ്ങൾ, അവർ നോമ്പ് നോറ്റാൽ ഭയങ്കര അപ്പം തന്നെ ചത്തുപോകുന്നുള്ളതല്ല പറയുന്നത്, അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഭയങ്കര പിന്നെ സ്റ്റേജുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗമുണ്ടെങ്കിൽ നോമ്പ് നോൽക്കേണ്ട കാര്യമില്ല, രോഗികളും യാത്രക്കാരും നോമ്പ് നോൽക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതൊക്കെ പോട്ടെ, ഇവർ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ സ്റ്റേജുകളിലുള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നീടുള്ള സ്റ്റേജുകളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ആ പഠനങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇത് കിഡ്നി രോഗങ്ങൾ ഉണ്ടാക്കുമെന്നല്ല പറയുന്നത്, മറിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ആവശ്യമില്ല, രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ പോലും അവർക്ക് സാധിക്കുന്നതാണ്. ഇനി ഹാർട്ട്, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ മേ കൺഫർ ഷോർട്ട് ടേം ട്രാൻസിയന്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കാർഡിയോവാസ്കുലർ ഡിസീസ് അമംഗ് ഹെൽത്തി പീപ്പിൾ. നോർമലായ ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡിയോവാസ്കുലർ ഡിസീസസിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷനായി ഇത്തരത്തിലുള്ള ഡോൺ ടു ഡസ് ഡ്രൈ ഫാസ്റ്റിംഗ് മാറും എന്നുള്ളതാണ്. അപ്പോൾ ആന്തരികാവയവങ്ങൾ പോകുന്നല്ല, അതിനെ ഒരു പരിധി വരെ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് തടയാൻ പറ്റുമെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. സദ്ഗുരുമാർ പറയുന്നതല്ല കേട്ടോ, നാസ്തിക സദ്ഗുരുമാർ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്നതാണ്. മാത്രമല്ല ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വി ഒബ്സർവ് എ പെർസിസ്റ്റന്റ് ഡിക്രീസ് ഇൻ ദ മീൻ ലെവൽ ഓഫ് TNF ആൽഫ അത്തരത്തിലുള്ള ക്യാൻസറിന് പ്രോൺ ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതൊക്കെ അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് കുറയുന്നതായിട്ട്, ഇത്തരം നോമ്പ് നോൽക്കുന്ന ആളുകളിൽ അത്തരം ഫാക്ടേഴ്സ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡോൺ ടു ഡസ് ഡ്രൈ ഫാസ്റ്റിംഗ് ക്യാൻ ബി കൺസിഡേർഡ് ആൻ അഡ്ജങ്ക്ട് ട്രീറ്റ്മെന്റ് ഇൻ സെവറൽ ക്യാൻസേഴ്സ് ആൻഡ് ഫർദർ സ്റ്റഡീസ് ആർ നീഡഡ്. അതായത് നമുക്ക് സാധാരണ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ കൂടെ ഇങ്ങനെയുള്ള നോമ്പ് നോൽക്കുന്നത് ഒരു അഡ്ജങ്ക്ട് ട്രീറ്റ്മെന്റുമായിട്ട് അതിന്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമായിട്ട് പോലും പറയാം. അതേക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് ആവശ്യമാണ് എന്നാണ് അവർ പോലും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇതൊന്നും ഒരു മെഡിക്കൽ അഡ്വൈസും അല്ല. കിഡ്നി പേഷ്യൻസ് ആയ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, ആ രൂപത്തിലാണ് അവർ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ജനറൽ ആയിട്ട് നമുക്ക് സ്റ്റഡീസിൽ കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ പറയുന്നത് ഇതുകൊണ്ടല്ല നമ്മൾ നോമ്പ് വെക്കുന്നത്. ഹാർട്ട് ഡിസീസ് കുറയുന്നുള്ളത് കൊണ്ടോ, കിഡ്നി ഡിസീസ് കുറയുന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ക്യാൻസർ ഇല്ലാതാവാൻ വേണ്ടിയിട്ടോ ഒന്നല്ല ഞങ്ങൾ നോമ്പ് വെക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു പരിശീലന കളരിയായിട്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പുള്ളത്. നിങ്ങൾ ഈ നോമ്പിന്റെ അശാസ്ത്രീയതൊക്കെ പറയുന്ന ആളുകൾ, നിങ്ങൾ ഒന്ന് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾ പള്ളികളിലേക്ക് വരണം, അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കണം. അങ്ങനെ ഒരു നോമ്പിലൂടെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സംസ്കരിച്ചെടുക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കണം. അവർ പിന്നെ നിസ്കാരത്തിൽ സുജൂദിലിരുന്ന് കരയാണ്. എന്തിൻ്റെ പേരിലാണ്? പിന്നെ കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് കഴിഞ്ഞു പോയ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്ന അവസ്ഥകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ, ഇതാണ് അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി കൂടുതൽ കുറച്ചുകൂടി നല്ല ഒരു ജീവിതം നയിക്കാനുള്ള ഒരു പരിശീലനം നേടുന്ന മുസ്ലിങ്ങൾ അവർ ആ രൂപത്തിൽ നോമ്പ് നോറ്റ് സംസ്കരിക്കപ്പെട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള തീർത്തും ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള ഉദ്ധരിക്കുന്ന പഠനം പോലും പൂർണ്ണമായി വായിക്കാതെ ഇങ്ങനെയുള്ള സദ്ഗുരുമാർ അവർ വരുമ്പോൾ അവരെ കരുതിയിരിക്കുക. സദ്ഗുരുമാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉദ്ധരിക്കുന്ന പഠനമെങ്കിലും അതിൻ്റെ ടൈറ്റിലെങ്കിലും നിങ്ങൾ വായിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള വളരെ ബാലിശമായ കാര്യങ്ങളെ അതിനെ അർഹിക്കുന്ന അവഗണനകൾ നൽകണം എന്ന് മാത്രമാണ് എല്ലാവരോടുമായി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.